നമസ്കാരം. ജന്തർ മന്ദറിലെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം രാജ്യത്ത് വലിയ പ്രതിധ്വനികളാണ് സൃഷ്ടിച്ചത്. മോദി സർക്കാരിനെതിരെ കനത്ത രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയ കോക്രോച്ച് ജനതാ പാർട്ടി ഒടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടെ പ്രതിഷേധം അവസാനിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി വീണ്ടും രണ്ടും കൽപ്പിച്ചുകൊണ്ട് രാജ്യതലസ്ഥാനത്തേക്ക് എത്തുന്നു എന്ന വാർത്തകൾ പുറത്തേക്ക് വരികയാണ്. മോദി സർക്കാരിനെതിരെ തുറന്ന പ്രതിഷേധത്തിന് വീണ്ടും കോപ്പുകൂട്ടുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടിയും അഭിജിത് ദീപ്കയും രാജ്യത്തെ മറ്റ് യുവാക്കളും. ജന്തർ മന്ദറിലെ ഒന്നാം ഘട്ട പ്രതിഷേധങ്ങൾ അവസാനിച്ചതിന് പിന്നാലെ പുതിയ പ്രക്ഷോഭ പരിപാടികളുമായി വീണ്ടും തെരുവിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയിരിക്കുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. ജന്തർ മന്ദർ സീസൺ 2 ഉടൻ ആരംഭിക്കുമെന്ന് പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഡൽഹിയിലെ CJP പ്രവർത്തകരുടെ യോഗം അവസാന നിമിഷം കഴിഞ്ഞ ദിവസം റദ്ദാക്കേണ്ടി വന്നതിന് പിന്നാലെയാണ് അഭിജിത് ദീപ്കെ വലിയ പ്രഖ്യാപനവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഭരണകക്ഷിയായ BJP കടുത്ത സമ്മർദ്ദമാണ് CJPക്ക് പലയിടത്തും നൽകുന്നത് എന്നാണ് അഭിജിത് ദീപ്കെ പറയുന്നത്. കാരണം അഭിജിത് ദീപ്കയും കൂട്ടാളികളും ചില യോഗങ്ങൾ ചേരാൻ ചില ഇടങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ആ ഉടമസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുന്ന നടപടിയിലേക്ക് BJP കടക്കുന്നു എന്നാണ് അഭിജിത് ദീപ്കെ പറയുന്നത്. അങ്ങനെ ഒരു ഭീഷണിയുടെ ഫലമായിട്ടാണ് ഭരണകക്ഷിയായ BJPയുടെ ഭീഷണിയുടെ ഫലമായിട്ടാണ് ബാങ്കറ്റ് ഹാൾ ഉടമ ബുക്കിംഗ് റദ്ദാക്കിയത് എന്ന് അഭിജിത് ദീപ്കെ ആരോപിച്ചു. പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവേ അടുത്ത ഘട്ട സമരം എന്നാണ് ആരംഭിക്കുക എന്ന് സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ജന്തർ മന്ദറിലെ 2ാം സീസൺ എപ്പോൾ തുടങ്ങുമെന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് നൽകാനുള്ള മറുപടി അത് വളരെ വേഗം തന്നെ ഉണ്ടാകും എന്നാണ് അഭിജിത് ദീപ്കെ വ്യക്തമാക്കിയത്. മാത്രവുമല്ല, അഭിജിത് ദീപ്കയ്ക്കും കോക്രോച്ച് ജനതാ പാർട്ടിക്കും വേണ്ടി യോഗത്തിന് വേണ്ടി ഹാളുകൾ നൽകാൻ തയ്യാറായ ഉടമസ്ഥരെ BJP പ്രവർത്തകർ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അവരെ വധിക്കുമെന്നും അവരെ ദേഹോപദ്രവം ഏൽപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന ആരോപണം കൂടി അഭിജിത് ദീപ്കെ മുന്നോട്ട് വെച്ചിരിക്കുക. എന്തായാലും നരേന്ദ്രമോദിക്കെതിരെയും BJPക്കെതിരെയും വീണ്ടും ഒരു 2.0 കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിഷേധത്തിന് കളമൊരുങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തേക്ക് വരികയാണ്.